പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്. പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കൂടെ പോവുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗരപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ? എന്താ കണ്ടത്? ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ്
പാടാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാരണം എന്താ? ഈ ടെമ്പററി റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല, അവരുടെ ഏതെങ്കിലും വിഷയത്തിനായിരിക്കും. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. കാരണം അറിവാണ് നമുക്ക് ബോധ്യം നൽകുന്നത്, ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത്. അതുകൊണ്ട് ഈശോ മർക്കോസ് 6:34 അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ ക്യാൻസൽ ചെയ്തെന്നാ പറഞ്ഞത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജനക്കൂട്ടത്തെ അവൻ അഡ്രസ് ചെയ്യാനുണ്ട്. അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം. ഇനി അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണം നോക്കി. നേരം വൈകിയപ്പോൾ അത് പഠിപ്പിച്ചു. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കണം. അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം? ആദ്യം വചനം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം. ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്നലെ കുറേ ആൾക്കാർ മർക്കോസിന്റെ 1:38 എന്താ പറയണേ? അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കാം. അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്നു പറയുമ്പോഴാണ് അവരെ അഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം. എന്താണ്? അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണം പറയണത്. പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ജനം ഇപ്പൊ ഈ മർക്കോസ് 1:34 ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല. അവർ ശാപ്പാടടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്തി നേടാൻ വന്ന ആൾക്കാരാണ്. ആ കർത്താവിന്റെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവരെ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല. അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. മറിച്ചെന്താണ്? അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര്, കർത്താവിന്റെ വചനം കേൾക്കാൻ തയ്യാറുള്ളവര് ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ്? മർക്കോസ് 6:34 പറയണ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി. അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ജനങ്ങൾക്ക് കർത്താവിന്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളും. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയിൽ ആൾക്കാരെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കാലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചെറിയ കോമഡി പറയും. കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത്. അങ്ങനെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാണ്. നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വല്ലതൊന്നും കാണിക്കാനില്ല. സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത്. അത് 10 പേരെങ്കിൽ 10 പേര് സാക്ഷികളാകണവർ. അതിനെന്താണ്? ചിലപ്പോൾ 1000 പേരോട് നമ്മൾ സംസാരിക്കും, 10 പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരൊക്കെ കിട്ടത്തുള്ളൂ. ആ 10 പേര് നമ്മൾ ഈ 1000 പേര് അഡ്രസ്സ് ചെയ്യണത്. പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും.
അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം. എന്താ കാര്യം? സംരക്ഷണം പോലും കിട്ടത്തില്ല. അവർക്കൊന്നും ആവശ്യമില്ല. ഇവർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്ന് നിൽക്കണേ ഉള്ളൂ. കുറച്ച് പേര് അല്ലെന്ന് കുറച്ച് മനസ്സതൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരും. കുറച്ച് പേര് ഒരുപ്പൊക്കും പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം, അത് കേൾക്കാനുള്ള കൊതി ഉണ്ടാകണം, അത് നടപ്പിൽപ്പെടുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആളാണെന്ന് ദൈവത്തിന് തോന്നണം. എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും. അതാണ് ഈ മർക്കോസ് 1:34 മർക്കോസ് 6:34 തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞു. തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ. പ്രഭാഷണം 17:19 അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ലെന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകൻ 39:19 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19 മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞേ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതൊരു സീരിയസ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറേ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല. അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും. ഇങ്ങനെ ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണമെന്ന് ചോദിച്ചാൽ വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്. വസ്തുസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം വസ്തു വിൽക്കണില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം. പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക, അപ്പോൾ വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, PR വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ. ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി. നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, PR വന്നില്ലല്ലോ, അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്ന, PR വന്ന, വിസ വന്ന, ഓവർ ലെറ്റർ വന്ന എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി. ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രശ്നം തീർന്ന് പിടികിട്ടിയ. നിങ്ങൾ വിഷയം നേടാൻ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം, അതെന്ത് തന്നെയായാലും. ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു അൾത്താറാണിത്. അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷിയൊക്കെ ഒന്ന് ഇരണ്ടാകട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല. എൻ്റെ ഒരു സ്വഭാവമാണത്.
ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല. കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ. അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്? സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ലാതെ നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തന്നെ 10,000-കണക്കിന് സാക്ഷ്യങ്ങളായി. 10,000-കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണം എന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യന് താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ള ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മൾ എന്തിനാണ് ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കണം? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവസ്നേഹം, പിന്നെ എന്താണ്? സത്യസന്ധത. ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും. ദൈവസ്നേഹവും സത്യസന്ധതയും. പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവിൽ അകന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് വണ്ടി കയറി വീട്ടിൽ ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം. ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത്, നോക്കിയേക്കാവുന്ന. ഒരു പരിപാടി ചെയ്തിട്ടില്ലേ, ആകപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ റിസൾട്ടിനെ കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ്. ദൈവം അത് ചെയ്തോളും മോളെ. നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും നീ ഇപ്പോൾ ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ, അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ച് വന്നോട്ടാ. എന്നാലും എത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും? 50 കൊല്ലം കൂടി ജീവിക്കും. പിന്നെ ചത്ത പോലെ രണ്ടും പല കാര്യമുണ്ടാ ഇല്ലേ? പക്ഷെ നിങ്ങൾ ദൈവവുമായിട്ട് ഡൈവേഴ്സ് ആയല്ല. അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഭർത്താവുമായിട്ട് ഡൈവേഴ്സ് ആയത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം ദൈവവുമായിട്ട് ഇന്നോ ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പോൾ ഭാര്യയുമായി ഡൈവേഴ്സ് ആയത്? നിങ്ങൾ ദൈവവുമായിട്ട് യൂണിയനിൽ വരിക. ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മോചനം നേടി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പോയ കാലങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇതിനാണ് ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ? ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെശകുകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റേറ്റീവ് ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയറിങ് വേണം. അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ഈശോയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീയും പോയി അതുപോലെ ചെയ്യുക. അവൻ്റെ ചോദ്യം എന്തായിരുന്നു? 10:25 ചോദ്യം എന്തായിരുന്നു? ലുക്കാൻ്റെ സുവിശേഷം, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ന് പറഞ്ഞേ. ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചൊല്ലണമെന്നല്ല, അതാണ് അതാ പ്രശ്നം. ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അപ്പം അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് നിയമജ്ഞന് കാര്യം മനസ്സിലായി. ചൊല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ടി വരുമെന്നറിയാം. അത് കർത്താവിനോട് തന്നെ ചോദിച്ചു. നിത്യജീവൻ എനിക്ക് വേണ്ടത് 10-50 കൊല്ലത്തെ ജീവിതമല്ല, നിത്യത വരെയുള്ള ജീവിതമാണ്. അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ശരിയാകത്തില്ല. എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പുള്ളിക്കറിയാം. എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതൊരു കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത്, ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്, അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ പറഞ്ഞു, ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത്. മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആ മനുഷ്യനായിട്ട് അയാളെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം.
അയാൾ നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല, നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല, പക്ഷേ ഒരു ആവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം? അയാളെ ദൈവമായിട്ട് കാണണം. അതാണ് പ്രശ്നം. എന്താണ്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു എന്ന് പറഞ്ഞത്. ഈശോ എന്ത് രസമാണെന്നറിയോ? വെടപ്പോട് ഞാൻ രോഗിയായിരുന്നു. മത്തായി 25:36 ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് 2013 വേളാങ്കണ്ണി അമ്മയെടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിജയകുമാരൻ കൂടി ഇവിടെ വന്നിട്ടും പ്രേക്ഷകരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ വിജയകുമാരൻ എന്നോട് ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വേളാങ്കണ്ണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാരൻ എന്നോട് പറഞ്ഞത് നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കേണ്ടി വരുമല്ലേ വെച്ചാണ് മിഷൻ ഹോസ്പിറ്റലേ. ഞാൻ പറഞ്ഞു ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്, അതല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം, അതുപോലെ തന്നെ പണം കൊടുക്കണം, രോഗം അവർക്ക് പ്രത്യാശ കൊടുക്കേണ്ട പ്രത്യാശ കൊടുക്കണം. അങ്ങനെ ഒരു 10-40 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പണ്ട് 40 പേരാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ, ഓരോ ആശുപത്രിയും പോവും. ഇന്നിപ്പോഴെന്താണ് 4 ലക്ഷം പേരാണ് പോകണത്. അപ്പം അമ്മ അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഉടമ്പടി വന്ന് വരോ നിങ്ങൾ തിന്നത് 2013 എൻ്റെ ഫസ്റ്റ് റെവലേഷൻ വരണത്. എന്താണ്? ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞാൻ രോഗിയായിരുന്നു. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമയെ പോയി കണ്ടെന്ന് പറയരുത്, ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത്. ആരെ കണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ദൈവസ്നേഹം വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല, ദൈവികതയാണ്, മാനവികതയല്ല. ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുവർ സെക്യുലർ മാനവികതയല്ല. ബൈബിളിൻ്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. കൈയടിച്ച് കിടത്താൻ അതെ. ഇപ്പം ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ? അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും. ഈ മാനവികത അടിസ്ഥാനം എന്താണ്? ദൈവികതയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതെന്താണ്? അത് ആ ഉടുപ്പിക്കുന്ന വസ്തു നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും? ഓരോരുത്തർ പോയി നിൽക്കത്തില്ല. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദി എയർ. താഴെ മോളിൽ പൂവില്ല, താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും? അതിനുവേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും? സഭയിൽ എന്തുകൊണ്ടാണ് ഇത്രയും രക്തസാക്ഷികളുള്ളത്? അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകൊത്താനൊരു ഇടമുണ്ട്. സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ കായ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൽ ഊന്നിയതാണ്. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടെ ഉള്ളത്? വേദസാക്ഷികളും മാതരേസായാലും ഫാദർ ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മാനവികതയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ദൈവികതയാണ്. മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല, പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും. ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികൾ മുട്ടിട്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസ്വാമിയെ പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല, മറിച്ച് അല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാർ മനുഷ്യരെ കഴുത്തേക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി, നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോഴേ ഈ ധർമ്മവും നീതിയും അടിയുറക്കണം എന്തിലാണ്? മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു
കുരങ്ങിൻ്റെ അടിസ്ഥാനമായിട്ട് അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്ത് ഒരു പരിണിതിയായിട്ട് വരത്തുള്ള അതിന് ആ സ്ഥാൻമാർഗതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത്? അപ്പോൾ ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ, ഞാൻ കാരാഗ്രഹവാസി, എല്ലാം ഞാനായിരുന്നു എന്ന് പറയും. എന്നിട്ട് ആരാണ്? ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലിക പാരമ്പര്യത്തിൽ പറയണത് നിങ്ങളെ അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എന്ന് പറഞ്ഞേ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അങ്ങനെ ഒരു പ്രബോധനം നൽകാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ള. അതാണ് പ്രബോധനമെങ്കിൽ അത് മനുഷ്യനെ ചെയ്യാൻ പാടുള്ളതാണെങ്കിൽ അത് പറയാൻ ആർക്ക് പറ്റും? ദൈവത്തിനേ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇപ്പം ചില ആൾക്കാർ മനസ്സോടെയൊക്കെ അനുഗ്രഹിക്കല്ലേ. എൻ്റെ മക്കളെ, ഇത് നമുക്കിത് പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 തിരിയും കത്തിച്ച് 2 പത്രവും കൊടുത്ത് കുറച്ച് പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിമം പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഉടമ്പടി വളർച്ച എന്ന് പറയണത് ഒരു ദൈവികതയിലേക്ക് വളരുകയാണ്. നമ്മുടെ സംസ്കാരമാണ് വരണത്. ഒരു സംസ്കരിച്ച് നമ്മൾ വളർന്ന് വരികയാണ്. ഇത് വളർന്ന് വരുന്ന അനുസരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടതേ, നമുക്ക് ഉടമ്പടി ഇപ്പോൾ എത്രയോ പേര് മാതാവിനെ നേരിട്ട് കണ്ടല്ലേ അല്ലേ? എത്രയോ പേര്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മേരി ജോർജ് എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മുടെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. ഇപ്പോൾ മേരി ജോർജിന് അവർ പക്ക കരിസ്മാറ്റിക്കാണ്. അവർക്ക് ഇവിടെ വരാൻ താല്പര്യമില്ല. അപ്പോൾ ചില കരിസ്മാറ്റിക്കാർക്ക് അങ്ങനെ ഉണ്ട്. എന്താണെന്ന് കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവരങ്ങനെ വരത്തില്ല. കാര്യം അവർക്ക് തെറ്റായ ബോധ്യങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ മകൾ പറഞ്ഞത്, മക്കളില്ല, അവർക്ക് മക്കളില്ല. ആരും മേരി ജോർജിൻ്റെ മകൾക്ക് മക്കളില്ല. അപ്പോൾ അവളൊരു ധ്യാനത്തിൽ പോയപ്പോൾ അവിടെ ധ്യാനം കൂടിയപ്പോൾ IVF എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ധ്യാനഗുരു പറഞ്ഞു, ഈ 4 സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അതിൽ 3 കൊന്നു കളഞ്ഞിട്ട് ഒരെണ്ണത്തിന് നിൻ്റെ വയറ്റിൽ വെച്ച് തരത്തുള്ളൂ. അപ്പോൾ നീ കാരണം വേറെ 3 സിദ്ധാന്തങ്ങൾ സൈഗോട്ട് ഡാമേജ് ആയി പോകുമെന്ന് പറയും. അപ്പോൾ അവൾക്ക് ഒരു ആന്തരിക ബുദ്ധി കിട്ടി. അവളൊരു തീരുമാനം എടുത്ത്. അവളെന്താ പറയണത്? അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം 3 കുഞ്ഞുങ്ങൾ വേറെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എനിക്കൊരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞ് അവളൊരു തീരുമാനം എടുക്കും. എൻ്റെ മക്കളിൻ്റെ പ്രശ്നം ഇത് ഇപ്പം നോക്കി, ഈ കുട്ടി എന്താ പറയണത്? അവളൊരു 10, 22, 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ പറയണത് എന്താണ്? ഈ IVF എടുത്തുകൊണ്ട് 3 കുഞ്ഞുങ്ങൾ 4 സൈഗോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ബാക്കി 3 കൊന്നുകളെന്ന് പറഞ്ഞില്ലേ, അതിനെ തട്ടിക്കളയെന്ന് പറയുമ്പോൾ അവളെന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ കാരണം എനിക്ക് കുഞ്ഞിനെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു കൊലപാതകയായിട്ട് തീരാൻ ഞാൻ ആഗ്രഹിക്കണില്ല, അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ വചനം മാറ്റിയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവിടെ തീരുമാനമെടുത്ത് എന്നിട്ട് അവൾ അമ്മയോട് പറയും, ഞാൻ ഇനി കൃപാസനത്തിൽ പോയി നോക്കട്ടെ, പരിശുദ്ധ അമ്മ എന്നാ പറയണം നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവളുടെ അമ്മ പറയും, മേരി ജോർജ് പറയും, നീ കൃപാസനത്തിൽ പോകരുത്, അത് ചുമ്മാ തട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയത്തില്ല. അവർ അച്ഛനെ വെള്ളം കണ്ടി പോയിട്ട് എന്തോ ദർശനം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ആൾക്കാർക്ക് പത്രമൊക്കെ കൊടുത്ത് കാശ് മേടിക്കണമെന്ന് പറയും. അവരിങ്ങനെ പറയാനാണ് സംഭവം. അവർക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവർ വിടത്തില്ല. പക്ഷേ എങ്കിലും അവൾ പറയില്ല, ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണല്ല, ഇനി വേറെ കേരളത്തിൽ പോകാൻ സ്ഥലമില്ലല്ലോ, അതാണ് അവരുടെ മനസ്സിൽ പറയണത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അവൾ നോക്കി, അവളോട് വന്ന ഉടനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രഗ്നൻ്റ് ആവും. ഒരാഴ്ചക്കുള്ളിൽ. അമ്മ ഇത് ഭയങ്കര സ്പീഡാണല്ലേ. നമ്മളെ എന്താ ഇവിടെ സത്യസന്ധ അവളെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് IVFൻ്റെ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമ്മ കേട്ടല്ല. അവിടെ സത്യസന്ധമാണല്ലോ വിഷയം. 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞിന് എനിക്ക് വേണ്ട എന്ന് അവൾ തീരുമാനം എടുത്തില്ലേ. അപ്പോൾ അവൾ ഞാൻ കുഞ്ഞിനായി ജീവിച്ചോളാം, എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടും കൊല്ലരുതെന്ന് പറഞ്ഞ പ്രമാണം 5-ാം പ്രമാണം ലംഘിച്ചുകൊണ്ടും എനിക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനം എടുത്തത് ദൈവം കേട്ട്. നിങ്ങൾക്കറിയാവില്ല ദൈവത്തിൻ്റെ സ്വഭാവം, നീ ഇരിക്കുന്നതും നിൽക്കുന്നതും. എടുത്ത് ഒന്ന് വായിച്ചേ
139 2 ഒന്നൂടെ വായിച്ചേ സങ്കീർത്തനം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2 തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാ വിഷയം. അതായത് നമ്മളൊരു സംഭവം മനസ്സിൽ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ദൈവം അത് കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകണം. അതെല്ലായിടത്തും ഉണ്ടാകണം. ദൈവത്തിനൊന്നും മറക്കാൻ പറ്റത്തില്ല. നീ എവിടെ പോയി ഒളിച്ചാൽ ആ താഴേക്ക് വായിച്ച് എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. പ്രശ്നമാണ്. അതായത് നമ്മൾക്ക് ദൈവത്തിന് മുന്നിൽ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചില വിഡ്ഢിയുടെ പറയവേ, പിന്നെ 10,000 കോടി മനുഷ്യരല്ലേ, അവരിൽ നമ്മുടെ കാര്യം എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ പറ്റും? ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢികാന്മാരുണ്ടേ, ജനക്കൂട്ടത്തിൽ ഒളിച്ച് നടക്കണ വിഡ്ഢിയാന്മാർ. നിങ്ങൾ പറയണത് ദൈവത്തിന് എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആൾക്കാർ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലേ? ആൾക്കാർ നടക്കും ഓരോ വ്യക്തിയെക്കുറിച്ചും, ഓരോ വ്യക്തിയുടെ ചിന്തകൾ, ചെയ്തികൾ, ആ വ്യക്തിയുടെ മൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൃത്യജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കും. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ജീവിക്കാൻ, വിശുദ്ധിയോടെ സാക്ഷിയാകാൻ എനിക്ക് ആന്തരികമായ ശക്തി നൽകണമേ. അതായത് ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. കാര്യം ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഈ വരുന്ന മേരി ജോർജിൻ്റെ സാക്ഷ്യം തന്നെ കേൾക്കാം. ആ മകള് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞു. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അവൾ ഓക്കെ ആയത് കാരണം, അവൾ വിശ്വാസപരമായിട്ട് ഓക്കെയാണ് ആൾ. അത് കാരണം അമ്മ ഒന്നും കാണെങ്കിലില്ല, അമ്മ കുഞ്ഞിനെ കൊടുത്തു, വന്നപ്പോൾ തന്നെ കൊടുത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കടത്തിൻ്റെ പരിഹാരവും എല്ലാം അമ്മയുടെ കയ്യിലുണ്ടേ. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കിട്ടണം. വരുമ്പോൾ തന്നെ കിട്ടണമെങ്കിൽ എന്താ മാർഗം? നിങ്ങൾ അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ മതി. നിങ്ങളുടെ ഈ വിചാരങ്ങളാണ് പ്രോബ്ലം. എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. വിചാരങ്ങളാണ് പോണത്. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞു. എന്താ? നൈസി വെട്ടക്കലിൻ്റെ സാക്ഷ്യം എന്താ? അവൾ ഇതിലെ കൂടി പോകുമ്പോൾ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. ഇതിലെ കൂടി ബസ്സിന് പോകുമ്പോഴേ കിഴക്കേണ്ടതൊക്കെ മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും അവൾ. എന്താ കാര്യം? അവൾ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. ഉടമ്പടി എടുത്ത ഒരു ആളാണ്. മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയും. വേറെ അസുഖമൊന്നുമില്ല. എന്താണ് മാതാവിനെ കാണുമ്പോൾ തിരിഞ്ഞു കളയാൻ കാരണം? അവൾക്ക് ഇസ്രയേലിന് പോകാൻ വേണ്ടിയാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. നൈസി വെട്ടക്കൽ സാക്ഷ്യം കേട്ടല്ലേ? അല്ലേ? ആ, ഇസ്രയേലിന് പോകാൻ ഉടമ്പടി എടുത്ത. പക്ഷേ എന്നാ സംഭവിച്ചിരിക്കണത്? പോകാൻ വേണ്ടി വണ്ടിയൊക്കെ എല്ലാ യാത്രക്കെല്ലാം സെറ്റ് ചെയ്ത് വിസയുമായി പോകാനുള്ള എല്ലാ പേപ്പറുമായി പൈസയുമായി വന്നപ്പോൾ ഏജൻറ്റ് പറയണേ 2 ദിവസത്തെ താമസമുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതോടുകൂടി ഇനി അടുത്ത ഇൻടേക്കിന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി അത് ഏതാണ്ട് ഒക്ടോബർ 4-ാം തീയതി മറ്റേ പറഞ്ഞതാണ്. ഇവർക്ക് അതിന് ഭയങ്കരമായ കലിയായി. ഞാൻ പിന്നെ നീലത്തിരി കത്തിച്ച എന്തിനാണ്? ഞാൻ പിന്നെ പച്ചത്തിരി കത്തിച്ച എന്തിനാണ്? എന്ത് മാതാവാണ് ഞാൻ? ഇതിനു വേണ്ടിയല്ലേ ഇക്കാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ഇതിനു വേണ്ടിയല്ലേ, ഈ ഇസ്രയേലിൽ പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇത് പഠിക്കച്ച് നമ്മൾ കുടവടച്ച പോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് തനി നിറം കാണിച്ച്. ഈ തനി നിറമുണ്ടേ, അതാണ് പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഈ തനി നിറമുണ്ടേ. 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാൽ തനി നിറം പുറത്തു വരും. പക്ഷേ ഈ തനി നിറത്തിൻ്റെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തനി നിറം ദൈവത്തിന് നിങ്ങൾ സൂര്യപ്രകാശം പോലെയാണെന്നാണ് പറയണത്. കാണാൻ നേരത്തെ വെറുതെ വന്ന് പണി മേടിക്കല്ലേ. ഇപ്പോൾ നൈസി വെട്ടക്കലിന് മാതാവ് സേവ് കണ്ടില്ലേ? എങ്ങനെ സേവ് ചെയ്തത്? അതായത് ഒക്ടോബർ 4-ാം തീയതി യാത്ര മുടക്കി. അപ്പം അന്ന് യുദ്ധമില്ലേ? അന്ന് യുദ്ധമില്ല. പക്ഷെ അമ്മയ്ക്കറിയാം യുദ്ധം നടക്കാൻ പോകണമെന്ന്. അതാണ് വിഷയം. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു. നിന്റെ ആന്തരിക വിചാരം. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. 139 സങ്കീർത്തനം 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എല്ലാ വിഷയത്തിൻ്റെ മേലും ബ്ലൂ പ്രിൻ്റ് കയ്യിലുണ്ടെന്നായി പറയണത്. മനസ്സിലായില്ലേ? എവരിത്തിങ്. നിങ്ങളുടെ തനി നിറത്തെക്കുറിച്ച് ഒരു അറിവുണ്ട്. ഇവള് അമ്മയെ തെറി വിളിക്കുന്ന കാര്യം ഉറപ്പാണ്, നമുക്കറിയാം. യാത്ര ഒന്ന് മുടങ്ങിയാൽ അമ്മയെ തോന്നിയ വർഷം പറയുമെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആളിന് ഭയങ്കര സങ്കടമായി.
എന്താണ് ഈ ചെന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. ചെന്നവർ തന്നെ അടുത്തത് നമ്മളവിടെ ചെല്ലും, നമ്മുടെ പ്രധാനമന്ത്രി വണ്ടിയും കൊണ്ട് വേറെ ചെല്ലും. എന്തിനാണ് ചെല്ലണത്? ഓപ്പറേഷൻ ഹജ്ജ് ചെയ്യും, അവിടെ ചെന്നവരെ തന്നെ തിരിച്ചു കൊണ്ടുപോരാൻ. ഈ ഒരു കഥ അമ്മ നേരത്തെ അറിയണം എന്നാണ് പറയണത്. നീ നടക്കുന്നത് ഞാൻ അറിയുന്നു, നീ കിടക്കുന്നത് അറിയുന്നു, നിൻ്റെ ഓരോ വിചാരവും ഞാൻ അറിയുന്നു. അതുകൊണ്ട് സംരക്ഷണമാണ് ഉടമ്പടിയിലെ. ഉടമ്പടി നിനക്ക് സംരക്ഷണം തന്നിരിക്കുകയാണ്. അപ്പോൾ നീ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അകത്താണ്. ഇതൊരു അയൺ ഡോമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു വലയം തീർത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിലെ എന്നെ വിളിച്ചു ചേർത്തതിനും എന്റെ ചിറകിന്റെ കീഴിലെ എന്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും നന്ദി പറയുന്നു.